വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ്. ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് സമീപം തീരം പൂൾ ആൻഡ് കഫേ പയ്യോളി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സാഫിറ എൻ ഉദ്ഘാടനം ചെയ്തു. സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് ഡോൾഫിൻ രതീഷും നിർവഹിച്ചു. സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ. നമ്മുടെ പ്രദേശമാണ് എന്ന് പോലും തോന്നാത്ത വിധത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ഈ ഒരു സ്വിമ്മിംഗ് പൂള്. എനിക്ക് തോന്നുന്നു പയ്യോളി നഗരസഭക്കകത്ത് നമ്മൾ വേറെ മറ്റെവിടെയും നമുക്ക് ഇത്തരത്തിലൊരു പൂള് കാണാനില്ല. വളരെ ആധുനികതയോടുകൂടി തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ. സംസ്ഥാനങ്ങളിലും മറ്റൊക്കെ ജോലി ചെയ്യുന്നതിനിടക്ക് പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് ആ സ്ഥലങ്ങളിലുള്ള വികസനങ്ങളെ മനസ്സിലാക്കി, ടൂറിസ്റ്റിന്റെ സാധ്യതകളെ മനസ്സിലാക്കി അത് സ്വന്തം പ്രദേശത്തു കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് അഭിനന്ദിക്കുകയാണ്. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് നമ്മളെ ഈ ഒരു നീന്തൽക്കുളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മളെ ഒരുപാട് ഒരു നീന്തൽ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു പൂളിലൂടെ സാധിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇവിടെ വരാൻ സാധിക്കുകയൊക്കെ ചെയ്തതിൽ ഞാൻ ചന്ദ്രേട്ടനോടും ചന്ദ്രേട്ടന്റെ കുടുംബത്തോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് വരും കാലങ്ങളിൽ ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വെറുതെ കൈയും കാലും ചലിപ്പിച്ചുകൊണ്ട് നീന്തുന്ന ഒരു പ്രക്രിയ മാത്രമല്ല നീന്തൽ. നമ്മുടെ എല്ലാം അതിജീവനത്തിന്റെ ഒരു വലിയ ഒരു ഒരു സാഹസികമായ അല്ലെങ്കിൽ ഒരു അതിജീവനത്തിന്റെ ഒരു പോരാട്ടം തന്നെയാണ് നീന്തൽ എന്ന് പറയുന്നത്. കാര്യം നമ്മൾക്ക് അറിയാം, എല്ലാ ജീവജാലങ്ങൾക്കും നീന്തൽ അറിയാം. കാര്യം മറ്റ് ആനിമൽസിനെ നമ്മൾ നീന്തൽ പഠിച്ചിട്ടല്ല അവർ ഒരു തോട് കടക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുവോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുമോ ജീവൻ നഷ്ടപ്പെടുവോ എന്നൊക്കെ ആൾക്കാർക്കുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഞാൻ വന്ന് കണ്ടപ്പോഴത്തേക്ക് മിനി ഒളിമ്പിക്സിന്റെ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. കാര്യം നമ്മുടെ പയ്യോളി ഉഷ ചേച്ചിയെ അറിയുന്നത് പോലെ നമ്മുടെ നാടിന്റെ പേരിൽ നാളെ ഒരു നീന്തൽ താരം ഉറപ്പായും ഇവിടെ നിന്ന് ഉയർന്നു വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാര്യം അതിൻ്റെ ഒരു ബേസ്മെന്റ് ആണ് നമ്മുടെ ചന്ദ്രചേട്ടൻ നമുക്ക് ഇട്ട് തന്നത്. ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ താരങ്ങൾക്ക് വളർന്നു വരുന്നവർക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി ഈ ഒരു പ്രസ്ഥാനം ചെയ്തല്ല അദ്ദേഹത്തിനോട് ഞാൻ നാട്ടിലെ താരങ്ങൾക്ക് വളർന്നു വരുന്നവർക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി ഈ ഒരു പ്രസ്ഥാനം ചെയ്തല്ല അദ്ദേഹത്തിനോട് ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുകയാണ്.